വിജയസാധ്യത 100% വയനാട്ടിൽ പ്രിയങ്ക മത്സരത്തിനെത്തുമ്പോൾ അന്നേ പറഞ്ഞതാണ് ഞാൻ നിങ്ങളിൽ ഒരുവളായി കൂടെ തന്നെ ഉണ്ടാകുമെന്ന്. അത് അക്ഷരം പ്രതി ശരിവെക്കുന്ന കാഴ്ചയാണ് നമ്മളിപ്പോൾ കാണുന്നത്. സത്യപ്രതിജ്ഞയ്ക്ക് മുൻപ് തന്നെ, അതായത് ഇന്നലെ, തന്റെ വയനാടിനു വേണ്ടി തെരുവിൽ പ്രക്ഷോഭത്തിന് കോപ്പുകൂട്ടി കഴിഞ്ഞിരിക്കുന്നു പ്രിയങ്ക. അതേസമയം പ്രിയങ്ക ഗാന്ധി ഇന്ന് പാർലമെന്റ് അംഗമായി സത്യപ്രതിജ്ഞ ചെയ്ത് ചുമതലയേറ്റു. സത്യപ്രതിജ്ഞയ്ക്ക് ശേഷം നവംബർ 21-ന് പ്രിയങ്ക വയനാട്ടിലെത്തും. ഞായറാഴ്ച വോട്ടർമാർക്ക് നന്ദി അറിയിച്ചുകൊണ്ട് കൂറ്റൻ റോഡ് ഷോയും വയനാട്ടിൽ സംഘടിപ്പിക്കുന്നുണ്ട്. ഇന്നലെ കേരളത്തിൽ നിന്നുള്ള മുതിർന്ന നേതാക്കൾ നേരിട്ട് പ്രിയങ്കയുടെ വിജയ സർട്ടിഫിക്കറ്റ് കൈമാറി. സഹോദരനും പ്രതിപക്ഷ നേതാവുമായ രാഹുൽ ഗാന്ധി പ്രിയങ്കയ്ക്ക് മധുരം നൽകി. വയനാട് ഉരുൾപൊട്ടൽ ദുരിതാശ്വാസ വിതരണവുമായി ബന്ധപ്പെട്ട കേന്ദ്ര സർക്കാരിന്റെ അവഗണനയ്ക്ക് എതിരെ ഇന്ന് ഡൽഹിയിൽ UDF പ്രതിഷേധം. കേരളത്തിൽ നിന്നുള്ള UDF MPമാരുടെ നേതൃത്വത്തിൽ പാർലമെന്റ് മാർച്ചാണ് നടന്നത്. മാർച്ചിന് ഇതുവരെയും ഡൽഹി പോലീസ് അനുവാദം നൽകിയിട്ടില്ല. അനുവാദം ലഭിച്ചില്ലെങ്കിലും ഗൗരവകരമായ വിഷയമായതിനാൽ പാർലമെന്റ് മാർച്ച് നടത്തുമെന്ന് കേരളത്തിൽ നിന്നുള്ള MPമാർ വ്യക്തമാക്കിയിരുന്നു. വയനാട് MP പ്രിയങ്ക ഗാന്ധിയുടെ നേതൃത്വത്തിലാണ് പാർലമെന്റ് മാർച്ച് നടന്നത്. വയനാട് ഉരുൾപൊട്ടൽ ദുരിതാശ്വാസ വിതരണവുമായി ബന്ധപ്പെട്ട കേന്ദ്ര സർക്കാരിന്റെ അവഗണനയ്ക്ക് എതിരെ ശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തുകയാണ് മാർച്ചിന്റെ ലക്ഷ്യം. കേരളത്തിൽ നിന്നുള്ള MPമാർക്കൊപ്പം വയനാട്ടിൽ നിന്നുള്ള മറ്റ് UDF ജനപ്രതിനിധികളും ഭാരവാഹികളും ഘടകകക്ഷി പ്രതിനിധികളും പാർലമെന്റ് മാർച്ചിന്റെ ഭാഗമായി. കഴിഞ്ഞ ദിവസം പ്രിയങ്ക ഗാന്ധിയുടെ നേതൃത്വത്തിൽ സോണിയാഗാന്ധിയുടെ വസതിയിൽ ചേർന്ന യോഗത്തിലാണ് പ്രതിഷേധം സംഘടിപ്പിക്കാൻ തീരുമാനിച്ചത്. വയനാട് MPയായി പ്രിയങ്ക ഗാന്ധിയുടെ സത്യപ്രതിജ്ഞയും ഇന്ന് നടന്നു. പ്രിയങ്ക ഗാന്ധി പാർലമെന്റിൽ എത്തുന്നതോടെ 20 കൊല്ലമായുള്ള തങ്ങളുടെ കാത്തിരിപ്പിന് വിരാമമായെന്ന് കോൺഗ്രസ് നേതാക്കൾ അഭിപ്രായപ്പെട്ടു. പ്രിയങ്ക ഗാന്ധി വാദ്രയ്ക്ക് ആശംസകൾ അർപ്പിക്കാനായി അവരുടെ വസതിക്ക് മുന്നിൽ പൂക്കളുമായി കാത്തു നിൽക്കുന്നതിനിടെയാണ് കോൺഗ്രസ് നേതാക്കളുടെ പ്രതികരണം. കോൺഗ്രസ് നേതാക്കൾ മാത്രമല്ല, ജനങ്ങളും കഴിഞ്ഞ 2 പതിറ്റാണ്ടായി പ്രിയങ്കയുടെ പാർലമെന്റ് പ്രവേശനത്തിനായി കാത്തിരിക്കുകയായിരുന്നുവെന്ന് കോൺഗ്രസ് നേതാക്കൾ വ്യക്തമാക്കി. പാർലമെന്റിലെ പ്രിയങ്കയുടെ സാന്നിധ്യം പ്രതിപക്ഷ നിരയ്ക്കാകെ പുത്തൻ ഊർജം നൽകും. ദീർഘകാലമായി പാർലമെന്റിന് പുറത്ത് അടിച്ചമർത്തപ്പെട്ടവരുടെയും സാധാരണക്കാരുടെയും ശബ്ദമായി പ്രിയങ്ക പ്രവർത്തിക്കുന്നു. ഇപ്പോൾ അത് നമുക്ക് സഭയ്ക്കുള്ളിലും കിട്ടിയിരിക്കുന്നുവെന്നും നേതാക്കൾ കൂട്ടിച്ചേർത്തു.